ത്രിയേക ദൈവത്തിന് സ്തുതി. സമയം സാക്ഷി. ലൂയി പാസ്ചർ ശാസ്ത്രലോകത്തിന് വെളിച്ചം നൽകിയ പ്രതിഭ. പ്രിയരെ, സമയം സാക്ഷിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചരിത്രത്തിലെ സംഭവങ്ങളും സ്ഥാപനങ്ങളും കലകളും കായികങ്ങളുമെല്ലാം നമ്മുടെ ഈ പരിപാടിയിൽ വിഷയമാകാറുണ്ടല്ലോ. എന്നാൽ ഇന്ന് നാം എത്തി നിൽക്കുന്നത് ആധുനിക വൈദ്യശാസ്ത്രത്തിനും രസതന്ത്രത്തിനും മഹത്തായ സംഭാവനകൾ നൽകിയ ഫ്രഞ്ച് ശാസ്ത്രജ്ഞനായ ലൂയി പാസ്ചർ എന്ന മഹാനായ വ്യക്തിയുടെ ജീവിത വഴികളിലേക്കാണ്. കേവലം ഒരു ശാസ്ത്രജ്ഞൻ എന്നതിലുപരി മനുഷ്യരാശിയുടെ ആരോഗ്യത്തെയും ജീവിത നിലവാരത്തെയും മാറ്റിമറിച്ച ഒട്ടനവധി കണ്ടുപിടുത്തങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ച ഈ പ്രതിഭയുടെ കഥ സമയം സാക്ഷിയിലൂടെ നമുക്ക് കേൾക്കാം. ലൂയി പാസ്ചർ 1822 ഡിസംബർ 27 ഫ്രാൻസിലെ ഡോലെ എന്ന ചെറിയ നഗരത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പിതാവ് ജീൻ ജോസഫ് പാസ്ചർ ഒരു സാധാരണ തുകൽ നിർമ്മാതാവ് ആയിരുന്നു. എന്നാൽ ഇതിനെല്ലാം അപ്പുറം നെപ്പോളിയൻ യുദ്ധങ്ങളിൽ ഫ്രാൻസിനായി പോരാടിയ ഒരു ധീര സൈനികനായിരുന്നു അദ്ദേഹം. സൈന്യത്തിലെ സർജൻറ്റ് മേജർ പദവിയിലിരുന്ന രാജ്യത്തിനായി നൽകിയ മികച്ച സേവനങ്ങൾ ഫ്രാൻസിൻ്റെ ഏറ്റവും ഉയർന്ന ദേശീയ ബഹുമതിയായ ലെജിയൻ ഓഫ് ഓണർ അദ്ദേഹത്തിന് നേടിക്കൊടുത്തു. പിതാവിൻ്റെ ഈ ധീരതയും അച്ചടക്കവും ലൂയിയെ ചെറുപ്പത്തിലെ സ്വാധീനിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ അമ്മ ജീൻ എറ്റിനെറ്റെ റൊക്കോയ് വളരെ സ്നേഹവും ദയയുമുള്ള ഒരു സ്ത്രീയായിരുന്നു. ലൂയിക്ക് 3 സഹോദരിമാരാണ് ഉണ്ടായിരുന്നത്. ചെറുപ്പത്തിൽ ലൂയി ഒരു അസാധാരണ വിദ്യാർത്ഥിയായിരുന്നില്ല. പഠനത്തിൽ ശരാശരി നിലവാരം പുലർത്തിയിരുന്ന അദ്ദേഹം ചിത്രരചനയിലും മീൻപിടുത്തത്തിലുമൊക്കെയാണ് കൂടുതൽ താല്പര്യം കാണിച്ചിരുന്നത്. എന്നാൽ പിതാവിൻ്റെ നിർബന്ധം കാരണം അദ്ദേഹം പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങുകയായിരുന്നു. ലൂയിക്ക് 14 വയസ്സുള്ളപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബം ആർബോയിസിലേക്ക് താമസം മാറ്റി. അവിടെ പ്രാദേശിക കോളേജിൽ പഠനം പൂർത്തിയാക്കിയ ശേഷം അദ്ദേഹം പാരീസിലെ പ്രശസ്തമായ എക്കോൾ നോർമൽ സുപ്പീരിയർ എന്ന സ്ഥാപനത്തിൽ ഉന്നത പഠനത്തിനായി പ്രവേശനം നേടി. എക്കോൾ നോർമൽ സുപ്പീരിയറിൽ വെച്ച് ലൂയി പാസ്ചർ രസതന്ത്രത്തിലും ഭൗതികശാസ്ത്രത്തിലും ഗണിതശാസ്ത്രത്തിലും അതീവ താല്പര്യം കാണിക്കുവാൻ തുടങ്ങി. 1847 അദ്ദേഹം ഡോക്ടറേറ്റ് ബിരുദം നേടി. അദ്ദേഹത്തിൻ്റെ അക്കാഡമിക് ജീവിതത്തിലെ വഴിത്തിരിവായി മാറിയത് ടാർട്ടറിക് ആസിഡുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഗവേഷണങ്ങളാണ്. എന്താണ് ടാർട്ടറിക് ആസിഡ്? മുന്തിരി, പുളി തുടങ്ങിയവയിൽ കാണുന്ന ഒരുതരം പുളിയുള്ള രാസപദാർത്ഥമാണ് ടാർട്ടറിക് ആസിഡ്. എന്താണ് പോളറൈസേഷൻ? പ്രകാശം എല്ലാ ദിശകളിലേക്കും സഞ്ചരിക്കുന്ന തരംഗങ്ങളാണ്. എന്നാൽ ചില രാസപദാർത്ഥങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പ്രകാശം ഒരു പ്രത്യേക ദിശയിലേക്ക് മാത്രം തിരിയും. ഈ പ്രതിഭാസത്തെയാണ് പോളറൈസേഷൻ എന്ന് പറയുന്നത്. പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന ടാർട്ടറിക് ആസിഡിന് പ്രകാശത്തെ ഒരു പ്രത്യേക ദിശയിലേക്ക് തിരിക്കുവാൻ അഥവാ പോളറൈസ് ചെയ്യാൻ കഴിയുമെന്ന് അന്ന് ശാസ്ത്രലോകത്തിന് അറിയാമായിരുന്നു. എന്നാൽ ലാബിൽ കൃത്രിമമായി നിർമ്മിക്കുന്ന ടാർട്ടറിക് ആസിഡിന് ഈ കഴിവ് ഉണ്ടായിരുന്നില്ല. ഇത് ശാസ്ത്രജ്ഞർക്ക് ഒരു പ്രഹേളികയായിരുന്നു അന്ന്. പാസ്ചർ ഈ പ്രശ്നത്തിന് ഉത്തരം കണ്ടെത്തി. അദ്ദേഹം മൈക്രോസ്കോപ്പിലൂടെ ഈ ആസിഡിൻ്റെ പരലുകളെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു. അപ്പോഴാണ് ഒരു നിർണായക കണ്ടെത്തൽ അദ്ദേഹത്തിന് ലഭിച്ചത്. കൃത്രിമമായി നിർമ്മിച്ച ടാർട്ടറിക് ആസിഡിൽ 2 തരം പരലുകൾ ഉണ്ട് എന്ന് അദ്ദേഹം മനസ്സിലാക്കി. ഇതിൽ ഒരു തരം പരൽ പ്രകാശത്തെ ഒരു ദിശയിലേക്കും മറ്റേ തരം പരൽ കൃത്യം എതിർദിശയിലേക്കും തിരിക്കുന്നു.
ഈ രണ്ട് തരം പരലുകളെ സൂക്ഷ്മമായി വേർതിരിച്ചെടുത്ത് പഠിച്ചപ്പോൾ കാഴ്ചയിൽ ഒന്നുപോലെ തോന്നാം എങ്കിലും ഒന്നിന് മറ്റേതിൻ്റെ കണ്ണാടിയിലെ പ്രതിബിംബം പോലെയാണ് ത്രിമാന രൂപത്തിൻ ഘടനയെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ഈ കണ്ടുപിടുത്തമാണ് കൈറൽ സംയുക്തങ്ങൾ എന്ന ആശയത്തിന് തുടക്കമിട്ടത്. ഒരേ രാസഘടനയാണെങ്കിലും ത്രിമാന രൂപത്തിൽ വ്യത്യസ്തമായ ഈ സംയുക്തങ്ങളെക്കുറിച്ചുള്ള പാസ്റ്ററുടെ പഠനം ക്രിസ്റ്റലോഗ്രഫി എന്ന ശാസ്ത്രശാഖയിൽ അഥവാ പരലുകളുടെ ഘടനയെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയിൽ ഒരു വലിയ മുന്നേറ്റമുണ്ടാക്കി. ഈ ഗവേഷണങ്ങൾ പാസ്റ്ററെ വളരെ വേഗം പ്രശസ്തനാക്കി. 1849 അദ്ദേഹം സ്ട്രാസ്ബർഗ് യൂണിവേഴ്സിറ്റിയിൽ രസതന്ത്ര പ്രൊഫസറായി നിയമിതനായി. അതേ വർഷം തന്നെ യൂണിവേഴ്സിറ്റി റക്ടറുടെ മകളായിരുന്ന മേരി ലോറൻറ്റിനെ അദ്ദേഹം വിവാഹം കഴിച്ചു. മേരി അദ്ദേഹത്തിൻ്റെ ഗവേഷണങ്ങളിൽ ഒരു മികച്ച പങ്കാളി തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ സഹായിയായും പ്രൂഫ് റീഡറായും ലബോറട്ടറിയിൽ ആവശ്യമായ കാര്യങ്ങൾ ക്രമീകരിക്കുന്നതിലും മേരി വലിയ പങ്ക് വഹിച്ചു. 5 കുട്ടികളാണ് പാസ്റ്റർ മേരി ദമ്പതികൾക്കുണ്ടായിരുന്നത്. എന്നാൽ ഇതിൽ 3 പേരും കുട്ടിക്കാലത്ത് തന്നെ ടൈഫോയിഡ് പോലുള്ള രോഗങ്ങൾ കാരണം മരണമടഞ്ഞു. ഈ ദുരന്തങ്ങൾ പാസ്റ്ററെ രോഗങ്ങൾക്കെതിരെയുള്ള പോരാട്ടങ്ങളിൽ കൂടുതൽ ദൃഢപ്രതിജ്ഞനാക്കി. പാസ്റ്ററുടെ ജീവിതത്തിലെ നിർണായകമായ കണ്ടുപിടുത്തങ്ങൾ തുടങ്ങുന്നത് 1850കളുടെ മധ്യത്തോടെയാണ്. നമ്മൾ സാധാരണ കാണാറുള്ള ദോശമാവ് പുളിക്കുന്നത്, പാല് തൈരാകുന്നത്, പഴങ്ങൾ വീഞ്ഞായി മാറുന്നത്, ഇതെല്ലാം പുളിപ്പിക്കൽ പ്രക്രിയയുടെ ഭാഗമാണല്ലോ. രാസവസ്തുക്കളുടെ സഹായമില്ലാതെ സൂക്ഷ്മ ജീവികൾ ചില പദാർത്ഥങ്ങളെ വിഘടിപ്പിച്ച് പുതിയ പദാർത്ഥങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയയാണിത്. ബിയർ, വൈൻ വ്യവസായങ്ങളിൽ അക്കാലത്ത് വലിയ നഷ്ടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഉൽപ്പന്നങ്ങൾ പെട്ടെന്ന് കേടാകുന്നതിനെക്കുറിച്ച് പഠിക്കാൻ അവരെ സഹായിച്ചത് പാസ്റ്ററാണ്. അദ്ദേഹം മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിച്ചപ്പോൾ പുളിപ്പിക്കൽ പ്രക്രിയയ്ക്ക് കാരണം വായുവിൽ നിന്നുള്ള സൂക്ഷ്മ ജീവികൾ അഥവാ മൈക്രോ ഓർഗാനിസംസ് ആണ് എന്ന് കണ്ടെത്തി. ഈസ്റ്റ് എന്ന സൂക്ഷ്മ ജീവിയാണ് വൈനിനെ ആൽക്കഹോളാക്കി മാറ്റുന്നത് എന്നും എന്നാൽ മറ്റു ചില ബാക്ടീരിയകളാണ് അത് കേടാക്കുന്നു എന്നും അദ്ദേഹം തെളിയിച്ചു. ഇത് ജേം തിയറി എന്ന വലിയ ആശയത്തിന് അടിസ്ഥാനമിട്ടു. പുളിപ്പിക്കൽ പ്രക്രിയയിലെ കണ്ടുപിടുത്തത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ദ്രാവകങ്ങളെ, പ്രത്യേകിച്ച് പാൽ, വൈൻ, ബിയർ എന്നിവയെ ഉയർന്ന താപനിലയിൽ ചൂടാക്കി അതിലെ രോഗകാരികളായ അണുക്കളെ നശിപ്പിക്കുന്ന പ്രക്രിയയ്ക്ക് അദ്ദേഹം രൂപം നൽകി. ഈ താപനിലയും ചൂടാക്കുന്ന സമയവും ഉൽപ്പന്നത്തിനനുസരിച്ച് വ്യത്യാസപ്പെടാം. ഉദാഹരണത്തിന് ലൂയി പാസ്റ്റർ ആദ്യകാലങ്ങളിൽ വൈൻ കേടാകാതിരിക്കാൻ 55 ഡിഗ്രി മുതൽ 60 ഡിഗ്രി വരെ താപനിലയിൽ കുറഞ്ഞ സമയം ചൂടാക്കുന്ന രീതി ഉപയോഗിച്ചു. എന്നാൽ ഇന്ന് സാധാരണയായി പാൽ പോലുള്ളവയ്ക്ക് 72 ഡിഗ്രി സെൽഷ്യസിൽ 15 സെക്കൻഡ് പോലെ ഉയർന്ന താപനിലയിൽ കുറഞ്ഞ സമയം ചൂടാക്കുന്ന രീതിയാണ് കൂടുതലായി ഉപയോഗിക്കുന്നത്. ഈ പ്രക്രിയയ്ക്ക് അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ പാസ്ചറൈസേഷൻ എന്ന പേര് ലഭിച്ചു. ഈ കണ്ടുപിടുത്തം ഭക്ഷ്യവസ്തുക്കൾ കേടുകൂടാതെ കൂടുതൽ കാലം സൂക്ഷിക്കുന്നതിനും അതുവഴി ടൈഫോയിഡ്, ക്ഷയം തുടങ്ങിയ രോഗങ്ങൾ പകരുന്നത് തടയുന്നതിനും വലിയ പങ്ക് വഹിച്ചു. നമ്മുടെ വീടുകളിൽ ഇന്ന് നമ്മൾ വാങ്ങുന്ന മിക്ക പാലുകളും പാസ്ചറൈസ് ചെയ്താണ് നമുക്ക് ലഭിക്കുന്നത്. ഇത് പൊതുജനാരോഗ്യത്തിൽ ഒരു വിപ്ലവം തന്നെ സൃഷ്ടിച്ചു. ലൂയി പാസ്റ്ററുടെ ഏറ്റവും നിർണായകമായ സംഭാവനകളിൽ ഒന്ന് രോഗങ്ങൾ ഉണ്ടാക്കുന്നത് വായുവിലുള്ള അദൃശ്യമായ സൂക്ഷ്മജീവികളാണെന്ന് തെളിയിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ ഈ കണ്ടെത്തൽ അക്കാലത്ത് ശാസ്ത്രലോകത്തിൽ നിലനിന്നിരുന്ന ഒരു വലിയ തെറ്റിദ്ധാരണയെ പൂർണ്ണമായും തള്ളിക്കളയുകയായിരുന്നു. അതാണ് സ്വയംഭൂ ഉൽപ്പത്തി സിദ്ധാന്തം അഥവാ
സ്പോണ്ടേനിയസ് ജനറേഷൻ തിയറി. എന്തായിരുന്നു സ്വയംഭൂ ഉൽപ്പത്തി സിദ്ധാന്തം? ജീവൻ, പ്രത്യേകിച്ച് സൂക്ഷ്മജീവികൾ ജീവനില്ലാത്ത വസ്തുക്കളിൽ നിന്ന് തനിയെ ഉണ്ടാകുന്നു എന്നായിരുന്നു ഈ സിദ്ധാന്തം വാദിച്ചിരുന്നത്. ഉദാഹരണത്തിന്, മാംസം അഴുകുമ്പോൾ അതിൽ പുഴുക്കൾ ഉണ്ടാകുന്നത് മാംസത്തിൽ നിന്ന് തനിയെ ജീവൻ ഉണ്ടാകുന്നത് കൊണ്ടാണ് എന്ന് അക്കാലത്ത് പലരും വിശ്വസിച്ചിരുന്നു. വായുവിൽ കാണുന്ന അണുക്കളും പൊടിപടലങ്ങളും ജീവനില്ലാത്ത ദ്രാവകങ്ങളിൽ സ്വയമേ ഉണ്ടാകുന്നതാണ് എന്നും അവർ വാദിച്ചു. ഇത് ശാസ്ത്രീയമായ തെളിവുകളില്ലാതെ നിരീക്ഷണങ്ങളെ മാത്രം അടിസ്ഥാനമാക്കിയുള്ള ഒരു കേവല വിശ്വാസമായിരുന്നു. പാസ്റ്റർ ഈ സിദ്ധാന്തത്തെ ശക്തമായി എതിർക്കുകയും കൃത്യമായ പരീക്ഷണങ്ങളിലൂടെ അത് തെറ്റാണെന്ന് തെളിയിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷണമായിരുന്നു സ്വാൻനെക്ക് ഫ്ലാസ്ക് എക്സ്പെരിമെൻറ്റ്. അദ്ദേഹം നേരിയ കഴുത്തുള്ള താറാവിൻ്റെ കഴുത്തുപോലെ വളഞ്ഞ പ്രത്യേക ഫ്ലാസ്കുകൾ ഉപയോഗിച്ചു. ഈ ഫ്ലാസ്കുകളിൽ അദ്ദേഹം ഇറച്ചി സൂപ്പ് നിറച്ച് തിളപ്പിച്ചപ്പോൾ സൂപ്പിലെ എല്ലാ അണുക്കളും നശിച്ചു. ഫ്ലാസ്കിൻ്റെ വളഞ്ഞ കഴുത്ത് വായുവിനെ അകത്തേക്ക് കടത്തിവിടും എങ്കിലും വായുവിലെ പൊടിയും അണുക്കളും ഈ വളഞ്ഞ ഭാഗത്ത് തങ്ങി നിന്ന് സൂപ്പിലേക്ക് അവയ്ക്ക് എത്താൻ കഴിഞ്ഞില്ല. ദിവസങ്ങളും ആഴ്ചകളും കഴിഞ്ഞിട്ടും ഈ സൂപ്പ് കേടാകാതെ ശുദ്ധമായി തന്നെ ഇരുന്നു. അതിൽ ഒരു സൂക്ഷ്മജീവിയും വളർന്നില്ല. എന്നാൽ പാസ്റ്റർ ഈ ഫ്ലാസ്കുകളുടെ കഴുത്ത് ഒടിച്ചു കളഞ്ഞപ്പോൾ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സൂപ്പിൽ അണുക്കൾ വളരാൻ തുടങ്ങി. അത് കേടാവുകയും ചെയ്തു. ഈ പരീക്ഷണങ്ങളിലൂടെ പാസ്റ്റർ തെളിയിച്ചത് ജീവനില്ലാത്ത ദ്രാവകങ്ങളിൽ സൂക്ഷ്മജീവികൾ തനിയെ ഉണ്ടാകുന്നില്ല എന്നും അവ എപ്പോഴും വായുവിലൂടെയോ മറ്റേതെങ്കിലും മാർഗത്തിലൂടെയോ പുറത്തുനിന്ന് വരുന്നതാണ് എന്നുമാണ്. ഓരോ ജീവനും മറ്റൊരു ജീവൻ നൽകുന്നു എന്ന തത്വത്തെ അദ്ദേഹം ഇതുവഴി ഉറപ്പിച്ചു. ഈ കണ്ടെത്തൽ ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന ശിലയായി തന്നെ മാറി. രോഗങ്ങൾ വരാനുള്ള കാരണം അണുക്കളാണ് എന്ന് മനസ്സിലാക്കിയതോടെ ശസ്ത്രക്രിയകളിൽ ഉപകരണങ്ങൾ അണുവിമുക്തമാക്കുന്നതിൻ്റെ പ്രാധാന്യം, മുറിവുകൾ ശുചിയാക്കേണ്ടതിൻ്റെ ആവശ്യകത എന്നിവയെല്ലാം ഈ സിദ്ധാന്തത്തിൽ നിന്ന് പിന്നീട് ഉടലെടുത്തു. രോഗാണുക്കളെ തിരിച്ചറിഞ്ഞപ്പോൾ പാസ്റ്റർക്ക് ഒരാശയം തോന്നി. ഒരു രോഗമുണ്ടാക്കുന്ന അണുവിനെ അതിൻ്റെ ശക്തി കുറച്ച് നമ്മുടെ ശരീരത്തിലേക്ക് കടത്തിവിട്ടാൽ എന്ത് സംഭവിക്കും? ശരീരം ആ അണുവിനെതിരെ പോരാടാൻ പഠിക്കുകയും പിന്നീട് ശരിയായ അണുക്കൾ ശരീരത്തിൽ കടക്കുമ്പോൾ അവയെ നശിപ്പിക്കാൻ പ്രാപ്തമാവുകയും ചെയ്യും. ഇത് ഒരു യുദ്ധത്തിന് മുമ്പ് ശത്രുവിനെക്കുറിച്ച് പഠിച്ച് പ്രതിരോധം തീർക്കുന്നതിന് തുല്യമാണ്. ഈ ആശയമാണ് വാക്സിൻ എന്ന കണ്ടുപിടുത്തത്തിലേക്ക് നയിച്ചത്. കോഴികളെ ബാധിക്കുന്ന കോളറ എന്ന അസുഖത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ രോഗാണുവിൻ്റെ വീര്യം കുറച്ചുള്ള ദുർബലമാക്കിയ അണുക്കളെ അത് കുത്തിവയ്ക്കുന്നത് കോഴികളിൽ കണ്ടെത്തിയ രോഗത്തെ പ്രതിരോധിക്കുവാൻ സഹായിക്കുമെന്നും അദ്ദേഹം വിലയിരുത്തി. കാലികളെയും മനുഷ്യരെയും ബാധിക്കുന്ന മാരകമായ ആന്ത്രാക്സ് രോഗത്തിന് വാക്സിൻ വികസിപ്പിച്ചത് പാസ്റ്ററാണ്. ആന്ത്രാക്സ് ബാധിച്ച കന്നുകാലികൾ ചത്തുപോവുകയും കർഷകർക്ക് വലിയ നഷ്ടമാകുകയും ചെയ്തിരുന്ന കാലത്ത് ഈ വാക്സിൻ ഫ്രാൻസിലെ കർഷകർക്ക് വലിയ ആശ്വാസമായി. പാസ്റ്ററുടെ ഏറ്റവും ശ്രദ്ധേയമായ നേട്ടങ്ങളിൽ ഒന്നായിരുന്നു പേവിഷബാധ വാക്സിൻ. 1885 ജോസഫ് മെയ്സ്റ്റർ എന്ന 9 വയസ്സുകാരൻ പേപ്പട്ടി കടിച്ച് മരണാസന്നനായപ്പോൾ പാസ്റ്റർ താൻ വികസിപ്പിച്ച പേവിഷബാധ വാക്സിൻ അവനിൽ പരീക്ഷിക്കാൻ തീരുമാനിച്ചു. പേവിഷബാധയ്ക്ക് അന്ന് ചികിത്സയില്ലായിരുന്നു. അതൊരു വലിയ വെല്ലുവിളി തന്നെയായിരുന്നു. എന്നാൽ ഈ വാക്സിൻ കുട്ടിക്ക് നൽകിയപ്പോൾ അത്ഭുതകരമെന്ന് പറയട്ടെ, ജോസഫ് മെയ്സ്റ്റർ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. ഈ വിജയം ലോകമെമ്പാടും പാസ്റ്ററെ ഏറെ പ്രശസ്തനാക്കി. ഇത് വാക്സിനേഷൻ ചരിത്രത്തിലെ ഒരു സുപ്രധാന നാഴികക്കല്ല് തന്നെയായിരുന്നു. പാസ്റ്റർക്ക് നിരവധി ബഹുമതികളും
അംഗീകാരങ്ങളും ഇതേ തുടർന്ന് ലഭിച്ചു. 1862 അദ്ദേഹം ഫ്രഞ്ച് അക്കാഡമി ഓഫ് സയൻസിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ഗവേഷണങ്ങൾ പല പുസ്തകങ്ങളായും ലേഖനങ്ങളായും പ്രസിദ്ധീകരിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രധാന പുസ്തകങ്ങളിൽ ചിലത് ഇപ്രകാരമാണ്: എറ്റ്യൂഡ് സ്യൂർ ലാ ബിയർ അഥവാ ബിയറിനെ കുറിച്ചുള്ള പഠനം, എറ്റ്യൂഡ് സ്യൂർ ലാ വനേഗ്ര വിനാഗിരിയെക്കുറിച്ചുള്ള പഠനം, മലാഡി ദ വേർഡ്സ് ആ സ്വാ പട്ടുനൂൽ പുഴുക്കളെ ബാധിക്കുന്ന രോഗങ്ങൾ. അദ്ദേഹത്തിൻ്റെ പേവിഷബാധ വാക്സിൻ കണ്ടുപിടുത്തത്തിന് ശേഷം 1887 പാരീസിൽ പാസ്ചർ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചു. ഇത് ഇന്നും രോഗങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിനും പുതിയ വാക്സിനുകൾ വികസിപ്പിക്കുന്നതിലും ലോകത്തിലെ മുൻനിര ഗവേഷണ കേന്ദ്രങ്ങളിൽ ഒന്നായി പ്രവർത്തിക്കുന്നുണ്ട്. 1868 പാസ്ചർക്ക് ഒരു പക്ഷാഘാതം വന്നു. ഇത് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ ഒരു വശത്തെ ആകെ തളർത്തിക്കളഞ്ഞു. എങ്കിലും അതൊന്നും അദ്ദേഹത്തിൻ്റെ ഗവേഷണ താൽപ്പര്യങ്ങളെ ഇല്ലാതാക്കിയതേയില്ല. അദ്ദേഹത്തിൻ്റെ അവസാന വർഷങ്ങൾ മുഴുവൻ ശാസ്ത്രത്തിനായി മാറ്റിവെച്ചു. 1895 സെപ്റ്റംബർ 28 72-ാമത്തെ വയസ്സിൽ ലൂയി പാസ്ചർ ഈ ലോകത്തോട് വിട പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ മൃതദേഹം പാരീസിലെ നോട്ടർഡാം കത്തീഡ്രലിൽ അടക്കം ചെയ്യുകയും പിന്നീട് പാസ്ചർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ക്രിപ്റ്റിലേക്ക് മാറ്റുകയും ചെയ്തു. ലൂയി പാസ്ചർ വെറും ഒരു ശാസ്ത്രജ്ഞനായിരുന്നില്ല. മനുഷ്യരാശിയുടെ വേദനകളിൽ ആശ്വാസം കണ്ടെത്താൻ തൻ്റെ ജീവിതമാകെ മാറ്റിവെച്ച ഒരു മഹത് വ്യക്തിത്വമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തങ്ങൾ ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ രക്ഷിക്കുകയും രോഗങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകളെ ആകെ മാറ്റിമറിക്കുകയും ചെയ്തു. അവസരങ്ങൾ ഒരുങ്ങിയിരിക്കുന്ന മനസ്സിനെ മാത്രമേ പിന്തുണയ്ക്കൂ എന്ന് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഓർക്കുക. അവസരങ്ങൾ ഒരുങ്ങിയിരിക്കുന്ന മനസ്സിനെ മാത്രമേ പിന്തുണയ്ക്കൂ എന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അദ്ദേഹത്തിൻ്റെ ജീവിതം പോലെ തന്നെ പ്രസക്തമാണ്. ശാസ്ത്രത്തിൻ്റെ വിളക്കുമാടമായി ലോകത്തിന് മുന്നിൽ ഇന്നും പാസ്ചർ തല ഉയർത്തി നിൽക്കുന്നു. പ്രിയരെ, സമയം സാക്ഷിയുടെ അധ്യായം ലൂയി പാസ്ചറുടെ ഓർമ്മകൾക്ക് മുന്നിൽ സമർപ്പിക്കുന്നു. മറ്റൊരു സാക്ഷ്യപ്പെടുത്തലുമായി വീണ്ടും കാണാം. നന്ദി.